അസ്സലാമു അലൈക്കും. നേരത്തെ ചെറിയ ജമാഅത്തിന് വാങ്ങ് കൊടുക്കുമ്പോൾ ചെവി കൈ വെക്കൽ സുന്നത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ കാരണം പറഞ്ഞത് കുറെ ആൾക്കാരെ കേൾപ്പിക്കേണ്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ കുറെ ആൾക്കാരെ കേൾപ്പിക്കാൻ കഴിയാത്ത ജമാഅത്തിനൊക്കെ അങ്ങനെ ബാധകമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും. ബൈക്ക് കിട്ടണില്ല, എന്തൊക്കെയോ ഒരു പ്രശ്നം ഇവിടെ ബൈലക്സിനുണ്ട് കുറച്ച്. ഏതായാലും എന്താ നിങ്ങൾ ചോദിച്ചതെന്ന് വ്യക്തമായിട്ട് കേട്ടിട്ടില്ല. ഞാൻ ഓതി തന്ന ദർസ് നിങ്ങൾ കേട്ടോടുത്ത് വെച്ചതോ അതല്ല നിങ്ങളെന്തോ വേറെന്തോ മനസ്സിലാക്കിയതോ അതല്ല പണ്ട് എവിടുന്നോ പഠിച്ചു വന്നത് ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നിയതോ എന്താന്ന് എനിക്കറിയില്ല. ഏതായാലും വേണ്ടിയില്ല, നിങ്ങൾ എന്താ ചോദിച്ച ചോദ്യം എന്നുള്ളത് വ്യക്തമായി കേൾക്കുന്ന നിലക്ക് ഒന്നുകൂടി മൈക്കെടുത്ത് ചോദിക്കുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിശദീകരണം തരാം. അല്ലാതെ കേട്ടിട്ടില്ല, ശബ്ദം വളരെ കുറവാണ്. അസ്സലാമു അലൈക്കും. നേരത്തെ പറഞ്ഞു ചെറിയ ജമാഅത്താവുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ചെവിയിൽ വിരൽ വെക്കൽ സുന്നത്തില്ലാന്ന്. അപ്പോ അതിന്റെ കാരണം പറഞ്ഞത് കുറെ ആൾക്കാരെ കേൾപ്പിക്കേണ്ടാത്തത് കൊണ്ടാണ്. അപ്പൊ ഇപ്പൊ ഒക്കെ സാധാരണ മൈക്കുകളൊക്കെ ഉണ്ടായത് കൊണ്ട് കുറെ ആൾക്കാരെ കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വം മൈക്ക് ഏറ്റെടുക്കുന്നതാണ്. നമ്മൾ ചെവി കൈ വെക്കൽ സുന്നത്തുണ്ടോ അല്ലേന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അസ്സലാമു അലൈക്കും. നിങ്ങൾ വേറെ എവിടെ ദർശനം പോയിനോ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങളെ വേറെ എവിടെയെങ്കിലും ദർശനം പോയിനോ അതല്ല ഇവിടെ പന്ന് പത്തുൽമിനോദ്യ ദർശനം കേട്ടതാണോ പറയുന്നത്? നിങ്ങൾക്ക് മസല പഠിക്കാനാണെങ്കിൽ മസല ചോദിച്ചോളി. അല്ല ദർസിലുണ്ടായ സംശയമാണെങ്കിൽ ദർസിൽ ശ്രദ്ധിച്ചുകാണ്ട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഇപ്പോ നമ്മളെ കേൾവിക്കാരന്റെ ഭാഷയെ പറഞ്ഞാല് നോണ പറയരുത് എന്നാണ് പറയാ. ഞാൻ പിന്നെ നിങ്ങളോട് നല്ല ആരോടും അങ്ങനെ പറയലില്ല, അത് പറയേണ്ട ശൈലിയാ. ആരെ പറഞ്ഞ ചെറിയ ജമാഅത്തിന് ബാങ്കു ശബ്ദം ഉയർത്തൽ സുന്നത്തില്ലാന്ന്? ഏത് കിതാബിലാണ് പറഞ്ഞത്? എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എവിടുന്നേ ദർസ് കേട്ടെ? ചെറിയ ജമാഅത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തൽ, ഒറ്റക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കുന്നവൻ വരെയോ ശബ്ദം ഉയർത്തൽ സുന്നത്താന്ന് പറഞ്ഞില്ലേ? എന്താ എവിടുന്ന് ഇയാളത് കേട്ട്? എനിക്ക് മനസ്സിലായില്ല. ചെറിയ ജമാഅത്തിന് വേണ്ടി ശബ്ദം ഉയർത്തൽ സുന്നത്തില്ല, അപ്പോ ചെവിയിൽ കൈവെക്കണ്ട, അങ്ങനെ ഒരു ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേറെ എവിടെയും കേട്ടതേക്കാരം. അപ്പൊ വേറെ എവിടെയും ദർസ് കേട്ട് കണ്ട് ഇവിടെ വന്നിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താ കേൾക്കേണ്ടത്? മസല എന്താ കേൾക്കേണ്ടത് ഈ വിഷയത്തില്? നിങ്ങളാ പറഞ്ഞത് ഞാൻ ഓതിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല, നിങ്ങൾ എവിടുന്നോ കേട്ടതായിരിക്കും. ആട്ടെ, അതെന്തോ ആയിക്കോട്ടെ. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്ത് മസലയെ കിട്ടേണ്ടത്? ചെറിയ ജമാഅത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുന്നവൻ ശബ്ദം ഉയർത്തൽ സുന്നത്തുണ്ട്, അതുകൊണ്ട് തന്നെ ചെവിയിൽ കൈവച്ച് ബാങ്ക് കൊടുക്കലും സുന്നത്തുണ്ട്. ഇനി ജമാഅത്തല്ല, മറ്റുള്ളവർക്ക് തശ്വീഷ് ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ വരെ അതിനു വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ ഒച്ചത്തിൽ ശബ്ദത്തിൽ ബാങ്ക് കൊടുക്കലും ചെവിയിൽ കൈവക്കലും സുന്നത്തുണ്ട്. അങ്ങനെ ഇപ്പൊ കിതാബ് പറഞ്ഞ്. പിന്നെ ശബ്ദം ഉയർത്തൽ പ്രത്യേകം സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് ചോദിച്ചാൽ, ഒരു ജമാഅത്ത് നടന്ന് കഴിഞ്ഞൊരു മുസല്ല, അത് പള്ളി ആവട്ടെ, പള്ളി പോലെ ജമാഅത്ത് നടക്കുന്ന മറ്റു സ്ഥലങ്ങളാവട്ടെ, ഒരു ജമാഅത്ത് നടന്നു കഴിഞ്ഞു, ആ ആളുകൾ പിരിഞ്ഞു പോയി, പിന്നീട് അവിടെ രണ്ടാമതൊരു ജമാഅത്ത് നടക്കാൻ പോകുന്നുണ്ട്. ആ ജമാഅത്തിന് വേണ്ടി നേരത്തെ ബാങ്ക് വിളിച്ചതുപോലെ ഉച്ചത്തിൽ വിളിക്കാൻ പാടില്ല. കാരണം ജനങ്ങൾ തെറ്റിദ്ധരിച്ച് സംശയാലുക്കളാവാൻ ഇടവരും. അത് ചെറിയ ജമാഅത്ത് വലിയ ജമാഅത്ത് എന്നല്ല പറഞ്ഞത്. ഒരു ജമാഅത്ത് നടന്ന് ആളുകൾ പിരിഞ്ഞു പോയി,
പിന്നീട് അവിടെ വെച്ചിട്ട് രണ്ടാമതൊരു ജമാഅത്ത് നടക്കുകയാണെങ്കിൽ അവിടെ ഒച്ചത്തിൽ ബാങ്ക് പൊടിച്ചാൽ ഈ ആളുകൾക്ക് സംശയം വരാൻ ഇടയുള്ളത് കൊണ്ട് അങ്ങനെ അവിടെ ഒച്ചത്തിൽ കൊടുക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. അല്ലാതെ ചെറിയ ജമാഅത്തിന് ഒച്ചത്തിൽ ബാങ്ക് കൊടുക്കണ്ട, അതുകൊണ്ട് ചെറിയ ജമാഅത്തിന് ബാങ്ക് കൊടുക്കുന്ന ആള് ചെവിയിൽ കൈയ്യക്കണ്ട. നിങ്ങൾ ഇത് എവിടുന്നാ കേട്ട്? എനിക്ക് അതാ മനസ്സിലാകത്ത്. ഞാന് സാധാരണ പൊട്ടന്മാർക്കും കൂടി മനസ്സിലാവുന്ന നിലക്ക് പതുക്കെ ആശ്വാസത്തിൽ വളരെ സാവകാശം ആവർത്തിച്ച് പറഞ്ഞൊക്കെ പൊരുന്നിട്ട് എന്താ കാട്ട്. മനുഷ്യന്മാരെ പലരും പല കോലത്തിലാണ്. നിങ്ങൾക്ക് സംശയമുള്ളതുണ്ടെങ്കിൽ അത് ചോദിക്കുക. അതല്ലെങ്കിൽ സൂര്യൊക്കെ ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആലൂരൊക്കെ ചോദിക്കുന്നത് പോലെ ഒരു ഇബാറത്തിന് അർത്ഥം പറഞ്ഞോടത്ത് മനസ്സിലാകാത്തതോ സംശയം ഉണ്ടെങ്കിൽ ആ ഇബാറത്ത് അടിച്ചിട്ട് ഇങ്ങനെ ഈ ഇബാറത്തിന്റെ അർത്ഥം ഒന്ന് വിശദീകരിക്കണം എന്ന് പറയാം. അതല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും കയറി വന്നിട്ട് ഇങ്ങനെ അതിന് കേൾവിക്കാരന്റെ ഭാഷയെ പറഞ്ഞാൽ നോണ പറയരുത് എന്നാ. കേൾക്കണോർത്ത് ചൂടോർത്ത് കേൾക്കുക, എന്നിട്ട് സോറി പറയല്ല. ഇനി ബാക്കി ആളുകളെടുത്തും വരാൻ പാടില്ലേ. നിങ്ങൾക്ക് സംശയമുള്ള മത്സരങ്ങൾ ചോദിച്ചോളി, അതിന് കുഴപ്പമില്ല. പിന്നെ ദർസ് കേട്ടു എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരൊന്നും കേൾക്കാതെ എന്തെങ്കിലും പറയാൻ പാടുണ്ട. മസാല ചോദിക്കാൻ കേട്ടവർക്കും ചോദിക്കുക, കേൾക്കാത്തവർക്കും ചോദിക്കുക. ഇപ്പൊ ഞാൻ അയാൾക്ക് സംശയമുള്ളത് കുറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ചെവിയിൽ കൈവച്ച് ശബ്ദത്തിൽ കൊടുക്കേണ്ടതുണ്ടോ, മറ്റുള്ളവർക്ക് തശ്വീഷ് ഇല്ലാത്തടത്ത് കൈ ചെവിയിൽ വെച്ച് ഉറക്ക കൊടുക്കൽ സുന്നത്തുണ്ട്. അത് ചെറിയ ജമാഅത്തിനാണെങ്കിലും രണ്ടാം ജമാഅത്തിനാണെങ്കിലും ഒക്കെ ഉണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഉസ്താദ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഉസ്താദ്, വളരെ സന്തോഷമായി ഉസ്താദ്. ഇവിടെ 4 സംശയമുണ്ട് ഉസ്താദെ, ഞാൻ ഓരോന്നായിട്ട് ചോദിക്കാം. ഒന്ന്, ഈ കുട്ടികളെ ബാങ്കിന് നിയമിക്കൽ സഹിയാവുകയില്ല എന്ന്. വലാ യസിഹു നസ്ബുഹു. നസ്ബുഹു എന്നതിൻ്റെ അർത്ഥം, ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ സാധാരണ പള്ളിയിലെ മൊല്ലാക്ക മുക്രിക്ക നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ തമ്മീസില്ലാത്തതല്ല, അല്പം പ്രായപൂർത്തിയോടെ അടുത്ത കുട്ടികൾ സ്വന്തമായി വാച്ച് നോക്കി സമയം നോക്കി കണ്ട് വാങ്ങ് കൊടുക്കാൻ അറിയുന്ന കുട്ടികളെ നീ ഇന്ന് വാങ്ങ് കൊടുക്കണേ, നാളെ നാട്ടിൽ പോവാണ്, ഇന്നും നാളെയും ബാങ്ക് കൊടുക്കണം എന്ന് ഏൽപ്പിക്കൽ ആണോ ഇത് സഹിയാവുകയില്ല എന്നത് പറഞ്ഞത് ഉസ്താദെ? അതല്ല, ശമ്പളത്തിന് നിയമിക്കുന്നതിനെ കുറിച്ചാണ് ഉസ്താദെ, ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. ശമ്പളം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ആരുമില്ലേ. ബാങ്കിന് മുഅദ്ദിനായി നിയമിക്കാൻ പാടില്ല എന്ന്. തൽക്കാലം പോയിട്ട് 100 വക്തായിന്, ആ വക്തായ സമയത്ത് ഒന്ന് ബാങ്ക് കൊടുത്തോ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ അവര് ഈ വിഷയം നസ്ബ് എന്ന് പറഞ്ഞാൽ നിയമിക്കുകയാണ്. ശമ്പളം ഉണ്ടോ ഇല്ലേ എന്നല്ല. ഈ സ്ഥാനത്ത് നിയമിക്കണമെങ്കിൽ ആള് അമീനായിരിക്കണം. അതുപോലെ തന്നെ ആളെന്തും ആവണം, സിഖത്തും ആവണം എന്നാ. അമീനും സിഖത്തും ആയ ആളെ മുഅദ്ദിനായി നിയമിക്കാൻ പാടുള്ളൂ. അപ്പൊ ആ നിയമനം സഹി ആവണമെങ്കിൽ ബുലൂഗും അതുപോലെ തന്നെ ആള് വിശ്വസ്തരായതിന് പുറമെ സിഖത്തും ആവണം. ഈ സിഖത്ത് എന്ന് പറയുകയാണെങ്കിൽ വാക്ക് പരിഗണിക്കപ്പെടണം എന്നാ. വാക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ ബുലൂഗാവണം. അപ്പൊ ബുലൂഗാകാത്ത കുട്ടികളുടെ വാക്കിന് പരിഗണന ഇല്ല എന്നതുകൊണ്ടും ഫാസിഖിന്റെ വാക്ക് സ്വീകാര്യമല്ല എന്നതുകൊണ്ടും സിഖത്തല്ല അമീനല്ല. സിഖത്തും അമീനും അല്ലാത്തവരെ ഈ സ്ഥാനത്ത് നിയമിക്കാൻ പാടില്ല. എന്നാൽ സൂക്ഷ്മതയുള്ള ഉത്തരവാദപ്പെട്ട ഒരാളെ മേൽനോട്ടത്തിൽ കൊടുക്കാൻ പറയുന്നതിന് തരക്കേടില്ല. 2 ദിവസം കൊടുക്കാൻ ഏൽപ്പിക്കാൻ തന്നെ ഒരു തരത്തിൽ നായിബായ നിയമനം തന്നെയാണ്. അതും പ്രായപൂർത്തിയെത്തിയവരോടെ പാടുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞേക്ക്, ഇപ്പൊ ഇശാ ബാങ്ക് കൊടുക്കണ്, ഉസ്താദ് മദ്രസയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വക്തായി എന്ന് ഉറപ്പുണ്ടപ്പം ഒരു കുട്ടിനെ പറഞ്ഞേക്ക് തന്നെ ഹറഫ് അതിന്റെ മഹറജൊക്കെ അനുസരിച്ച് ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് കൊടുക്കാൻ പഠിച്ച ഒരു കുട്ടിയെ ഉസ്താദ് എടോ നീ ഒന്ന് ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അവിടെ കുഴപ്പമില്ല. കാരണം എന്താ, ഇവിടെ ഈ ഉസ്താദ് സമയം കൃത്യമായി അറിയുന്ന ഉസ്താദ് ഉത്തരവാദിത്വത്തോടു കൂടി തൽക്കാലം ഈ കുട്ടിയെ ഏൽപ്പിച്ചത് അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, നിയമനം എന്നൊരു പ്രശ്നമില്ല. പിന്നെ അമാനത്തുള്ള ഉസ്താദിന്റെ
സമയമായെന്ന് അറിയിച്ചതനുസരിച്ച് ചെയ്തതായതുകൊണ്ട് അവിടെ കുഴപ്പമില്ല. സ്വന്തം നിലക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂല, നിയമിക്കാൻ പാടില്ല. ശുക്രൻ ഉസ്താദ്, ജസാക്കുമുല്ലാഹ്. ഉസ്താദ്, ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർ കെലിമത്ത് പറയുമ്പോൾ അന്ന് ഉസ്താദ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖുലാസ ദർസിൽ ഹയ്യ അല സ്വലാ എന്ന് പറയുമ്പോൾ ഓടി നമ്മൾ സാധാരണ ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയലാണ്. അവിടെ ഹയ്യ അല സ്വലാ എന്ന് തന്നെ പറയുകയും പിന്നീട് അതിനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുകയും ചെയ്യണം എന്നാണ് ഉസ്താദെ. ഇത് ബാങ്കിന്റെ മുഴുവനും അസ്സലാത്തു ഖൈറും മുതൽ എല്ലാം ആയ ഉസ്താദെ, അല്ലെങ്കിൽ ഈ കുറഞ്ഞ ബാക്കിന് മാത്രമാണ് ഉസ്താദെ? അടുത്ത ചോദ്യം പിന്നീട്. അസ്സലാമു അലൈക്കും. അത് നാളെ ഓതാളാലൂരെ. ഏത് ഹയ്യാലൽ ഫലാഹിലും ഹയ്യാല സ്വലായിലും എന്താണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നാളെ നമുക്ക് ഓതാനുള്ള കാലത്ത് പൂർത്തിയായില്ല, കുറച്ചു ഭാഗം കൂടി ബാക്കിയായിപ്പോയി. അത് അടുത്ത ദർസിലേ വരുള്ളൂ. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ചില ഇമാമിയങ്ങള് അത് ജ്ഞാനത്തിലും ഉണർത്തിയിട്ടുണ്ട് അക്കാര്യം, അതുപോലെ തന്നെ തെർശീലും ഉണർത്തിയിട്ടുണ്ട്. ഹയ്യാല സ്വലാ എന്ന് പറഞ്ഞ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മിക്കവാറും അധിക കിതാബുകളിലും പറഞ്ഞത് ഹയ്യാല സ്വലയിലും ഹയ്യാലൽ ഫലായിലും കേൾക്കുന്നവർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ് പറയേണ്ടത്. മറിച്ച് പറയുന്നതിന് മാന ഉണ്ടാവില്ല. കാരണം നിസ്കരിക്കാൻ വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ എന്ന് മുഅദ്ദിൻ വിളിക്കുമ്പോ ആ വാക്ക് തന്നെ ആവർത്തിച്ച് പറയുന്നതിന് മാനയില്ല. അവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന അള്ളാഹുവിനിൽ തവക്കുലാക്കി തന്റെ ഹൗല് ഖുവത്തൊന്നും ഇല്ല, എല്ലാം അള്ളാഹുവിൻ്റെതാണെന്ന് പറയുന്ന തവക്കുലിന്റെ വാക്ക് പറയുന്നതിലേ മാനയുള്ളൂ എന്നാണ് മഹാന്മാരായ ഭൂരിപക്ഷം ഇമാമിയങ്ങളും പറഞ്ഞത്. എന്നാൽ അത് ഹയ്യാല സ്വലയിലും ഹയ്യാലൽ ഫലാഹിലും ഹയ്യാല സ്വലാത്തും ഹയ്യാലൽ ഫലാഹും പറഞ്ഞിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ ആയനത്തിലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്, തുറശ്ശയിലും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം അടുത്ത ദർസിൽ വരികയും ചെയ്യും. ജസാക്കുമുല്ലാഹ് ഉസ്താദെ. നേരത്തെ പറഞ്ഞത് മിസല ഖൗലിഹിമ ഇല്ലം യൽഹന ലഹനൻ യുഗയ്യിറുൽ മഅന എന്ന് പറഞ്ഞു ഉസ്താദെ. അപ്പോൾ ഓരോ വാക്ക് പറയുമ്പോഴും നാം അതിന് ജവാബ് ചെല്ലുകയാണെങ്കിൽ സാധാരണ ബാങ്കിലത്തെ ആദ്യത്തെ 4 അള്ളാഹു അക്ബർ എന്നത് ചില ആൾക്കാർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നിൽക്കും മല്ലാക്ക, പിന്നെ വീണ്ടും അള്ളാഹു അക്ബർ എന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ ഈ 4ഉം ഒരു കലിമത്ത്, 4 ഒന്നിച്ചിട്ടുള്ള ഒരു കലിമത്താണല്ലോ ഉസ്താദെ. അങ്ങനെ ആകുമ്പോൾ മല്ലാക്ക ബാങ്ക് കൊടുക്കുന്ന ആള് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് വഖഫ് ചെയ്താൽ നാം അതിന്റെ കൂടെ തന്നെ 2 പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറയണോ? അതല്ല മല്ലാക്ക 4 പ്രാവശ്യവും പറഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ ചെല്ലേണ്ടത് എന്ന് ഉസ്താദ് നാളത്തെ ദർസിൽ പറഞ്ഞാലും മതി. ഉത്തരം പ്രതീക്ഷിക്കുന്നു. ഉസ്താദ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാങ്ക് വിളിക്കുന്ന ആൾക്ക് സുന്നത്ത് അല്ലാഹു അക്ബർ എന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി പിന്നത്തെ അല്ലാഹു അക്ബർ 2 കൂടി ഒന്നിച്ച് പറഞ്ഞ് ഒറ്റ ശ്വാസത്തിൽ തീർക്കലാണ്. അങ്ങനെ വരുമ്പോ ആദ്യത്തെ 2 അല്ലാഹു അക്ബർ പറഞ്ഞ് മുഅദ്ദിൻ ആ ശബ്ദം നിർത്തുമ്പോൾ അപ്പോ തന്നെ ആ 2 എണ്ണത്തിന് അല്ലാഹു അക്ബർ എന്ന് ഇജാബത്ത് ചെയ്യലാണ് ഏറ്റവും നല്ലത്. എന്നാൽ ബാങ്ക് കഴിയുന്നത് വരെ ഇജാബത്തിനെ നിർത്തിവെച്ച് കഴിഞ്ഞ ഉടനെ തെർത്തീബായി ഇജാബത്ത് ചെയ്താലും ഇജാബത്ത് ചെയ്യുന്ന അസ്ല് സുന്നത്ത് കിട്ടും. മനസ്സിലായില്ലേ? ഓരോ കലിമത്തുകളും മുഅദ്ദിൻ പറഞ്ഞ് തീർന്ന ഉടനെ ചെല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. അതിൽ ആദ്യത്തെ 2 അല്ലാഹു അക്ബർ ഒന്നിച്ചാ പറയാ,
പിന്നത്തെ 2 അല്ലാഹു അക്ബർ ഒന്നിച്ചുമാണ് പറയാ. അപ്പൊ ആദ്യത്തെ 2 പറഞ്ഞാൽ അതിന് ജവാബ് പറയാം, പിന്നത്തെ 2 പറഞ്ഞതിന് ശേഷം അതിന് ജവാബ് പറയാം. പിന്നെയുള്ള ഓരോ കലിമത്തുകളും ഓരോ പ്രാവശ്യം ഈ മുഅദ്ദിൻ പറഞ്ഞു തീരുമ്പോൾ കേൾക്കുന്ന ആൾ ഇജാബത്ത് ചെയ്യാം. അതാണ് അതിന്റെ പൂർണ്ണമായ രൂപം. എന്നാൽ ഒരാള് ബാങ്ക് കഴിയുന്നത് വരെ ഇജാബത്തിന് ബാങ്ക് ഇങ്ങനെ കേട്ടിരുന്നു, ഇമാം ഈ മുഅദ്ദിൻ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം തർത്തീബായിട്ട് തന്നെ ഇജാബത്ത് ചെയ്താലും സുന്നത്ത് കിട്ടും. പക്ഷെ അതാത് കലിമത്തുകൾ കഴിഞ്ഞ ഉടനെ ഇജാബത്ത് ചെയ്യലാണ് ഉത്തമം. വളരെ സന്തോഷമായി ഉസ്താദേ. ഇനി ഒരു സംശയം, ഞാൻ സാധാരണ ചെയ്തു വരുന്നൊരു തെറ്റ് തിരുത്താൻ കൂടിയാണ് ഉസ്താദേ. നേരത്തെ ഹയ്യാല സ്വല 2 ഹയ്യാല സ്വലകളിൽ മുഖം തിരിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ ഉസ്താദേ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ഹയ്യാല സ്വല എന്ന് പറയുമ്പോൾ വലതു ഭാഗത്തേക്ക് തിരിക്കുകയും വീണ്ടും തിരിച്ചു കൊണ്ടുവരികയും പിന്നെ വീണ്ടും ഖിബലയുടെ ഭാഗത്തിൽ നിന്ന് ഹയ്യാല സ്വല എന്ന് പറയുകയും ചെയ്യാറുണ്ട്. ഒരു രീതി. അപ്രകാരം ഹയ്യാൽ ഫലാഹും അങ്ങനെ ഇടതു ഭാഗത്തേക്ക് പറഞ്ഞുകൊണ്ടേ തിരിക്കും. അവിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഖിബലന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരും, പിന്നെ വീണ്ടും തിരിക്കും. അങ്ങനെ ഒന്നാണ് ഉസ്താദെ. പിന്നൊന്ന് ഹയ്യാല സ്വല എന്ന് പറയുമ്പോൾ വലത്ത് ഭാഗത്തേക്ക് തിരിക്കുകയും വീണ്ടും ഹയ്യാല സ്വല എന്ന് പറയുമ്പോൾ മുൻഭാഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്യാണ് ഉസ്താദെ. ഇതിന്റെ നേരത്തെ രൂപ പറഞ്ഞു, ഇങ്ങനെയും കൂടി ഒരു രൂപം ഉണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. അമ്മയ്ക്കും അങ്ങനെ രൂപം ഉണ്ടായിരിക്കാം, പക്ഷെ ഞാനെന്നും കണ്ടില്ല. ഞാനിപ്പോ ഇന്നലെ സഖാഫി ചോദിച്ചത് കൊണ്ട് ഇന്ന് സഖാഫിനെ കണ്ടിട്ടില്ല. ഇന്നലെ ഉസ്മാൻ സഖാഫിയോ ഏറ്റവും ഒരാൾ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് നോക്കി. തൊൽഫ, നിഹായ, മോഹനി, ബുജൈരിമി തുടങ്ങിയതൊക്കെ നോക്കി. എല്ലാവരും പറഞ്ഞത് ഒറ്റ രീതിയിലാണ്. അതായത് ഖിബ്ലയുടെ നേരെ മുഖം തിരിഞ്ഞുകൊണ്ട് ഹയ്യാല സ്വലാ തുടങ്ങി വലതുവശത്തേക്ക് തിരിയുകയും രണ്ടാമത്തെ പ്രാവശ്യം ഹയ്യാല സ്വലാ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഖിബ്ല കൊള്ളെ മുഖം തിരിക്കുകയും ചെയ്യുക. എന്നിട്ട് ഖിബ്ലയുടെ നേരെ നിന്ന് ഹയ്യാലൽ ഫലാഹ് തുടങ്ങി ഇടതുവശത്തേക്ക് മുഖം തിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യത്തെ ഹയ്യാലൽ ഫലാഹ് പറയുക. അത് കഴിഞ്ഞതിന് ശേഷം ഖിബ്ല കൊള്ള മുഖം തിരിക്കുക എന്ന ഈ രീതിയാണ് ഇആനത്ത്, തർശീഹ്, തുഹ്ഫ, നിഹായ, മുഗ്നി, ബുജൈരിമി അതിലൊക്കെ അങ്ങനെയാണ് കണ്ടത്. മറ്റൊന്നും ഞാൻ കണ്ടില്ല, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറുചോദ്യമായിരുന്നു മൈക്ക് എടുക്കേണ്ടത്. അദ്ദേഹം അവിടെ ഉണ്ടോയെന്നറിയില്ല, മൈക്കിൽ വരാത്തതുകൊണ്ടാണ് പെട്ടെന്ന് മൈക്ക് എടുത്തത്. പിന്നെ ഉസ്താദ് ക്ഷമിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഉസ്താദ്. പിന്നെ പതുക്കെ ബാങ്ക് കൊടുക്കുന്ന ആള് ചെവിയിൽ കൈവെക്കൽ സുന്നത്തില്ല എന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞെന്ന് ഉസ്താദ് പറഞ്ഞായിട്ട് കേട്ടു. അപ്പോൾ മൈക്കിൽ ബാങ്ക് കൊടുക്കുന്ന ആള് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ബാങ്കാണെങ്കിൽ തന്നെ പിന്നെ സൗണ്ട് കൂട്ടിയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശം. പക്ഷെങ്കിൽ കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സൗണ്ട് കുറച്ചാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ മൈക്ക് കൊടുക്കുന്ന ആള് സൗണ്ട് കൂട്ടണമെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ചോദ്യം, പിന്നെ ജിമാഅ് ചെയ്യുന്ന ആളുകൾ ബാങ്കിനെ ബഹുമാനിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ടെങ്കിലും വഖഫ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. മൈക്കിൽ ബാങ്ക് കൊടുക്കുന്നോന് പതുക്കെ അല്ല കൊടുക്കേണ്ടത്. മൈക്ക് ഉണ്ടായാലും ഉറക്ക കൊടുക്കൽ സുന്നത്താ. മനസ്സിലായില്ലേ? മൈക്കിൽ കൊടുക്കുന്നവനും എന്തെന്നെ വേണ്ടത്? ഉറക്കെയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ട് കൈയും കയ്യിന്റെ വിരലിന്റെ തലപ്പ് ചെവിയിൽ വെച്ച് കഴിയുന്നത്ര ശബ്ദം ഉയർത്തി, നല്ല ശബ്ദത്തിലും നല്ല ഈണത്തിലും പരമാവധി ശബ്ദം ഉയർത്തിയും കൊടുക്കൽ സുന്നത്താണ്. മൈക്ക് അതൊരു ഉപകരണമാണ്, അത് നിന്നോട്ടെ. ആളെ ശബ്ദം കേൾക്കുന്നതിന്റെ അപ്പുറത്തേക്ക് എത്തിക്കാൻ സൗകര്യപ്പെടുന്ന ഒരു ഉപകരണം എന്ന നിലക്ക് ഓക്കെയാണ്. എങ്കിൽ പോലും അതുണ്ട് എന്നതുകൊണ്ട് മുഅദ്ദിൻ ശബ്ദം കുറയ്ക്കേണ്ടതില്ല
എന്നല്ല, മുഅദ്ദിൻ ശബ്ദം ഉയർത്തുക എന്ന് പറയുന്ന സുന്നത്ത് കിട്ടണമെങ്കിൽ അദ്ദേഹം ശബ്ദം ഉയർത്തുക തന്നെ വേണം. അപ്പൊ ശബ്ദം ഉയർത്തി ബാങ്ക് കൊടുക്കൽ മുഅദ്ദിന് സ്പീക്കർ ഉണ്ടെങ്കിലും സുന്നത്താണ്, സ്പീക്കർ ഇല്ലെങ്കിലും സുന്നത്താണ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? അതങ്ങനെയാണ്. പിന്നെ ജിമാഅ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ബാങ്ക് കേട്ടാൽ അവിടെ നമ്മൾ പറഞ്ഞു ജിമാഅ് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുത്താൽ മതിന്ന്, ഇജാബത്ത് പറഞ്ഞാൽ മതി. നമ്മളെ കല്ലേരിക്ക് അതല്ല, ഇവിടെ ഇടയ്ക്കൊരു വഖഫ് വെച്ചിക്കാണ്ട് ഇജാബത്ത് കഴിഞ്ഞ ശേഷം ബാക്കി പൂർത്തിയാക്കിയാ പറ്റൂലേ? അങ്ങനെ തക്ലീഫ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്ത അവസ്ഥയാണ്. അത് ഇടക്ക് വഖഫ് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് പറ്റ ബാത്തിലായി പോകുന്ന ആൾക്കാരും ഉണ്ടാവും ഇടക്ക്. അതൊന്നും നിൽക്കണ്ട, അതാണ് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇജാബത്ത് ചെയ്താൽ മതിന്ന്. ജക്കി ഉസ്താദേ, അത് ഈ കല്ലേരിക്ക് ഓരോ ഇസ്കാര് ചില ആളുകൾക്ക് ആത്മനിയന്ത്രണം നല്ല കഴിവുള്ള ആളുകൾ ഉണ്ടാവും, ഓർക്ക് അതൊക്കെ നടക്കും. ഈ ഇടക്ക് വഖഫ് ചെയ്യേ അല്ലെങ്കിൽ സക്കത്ത വരികയെ ഒക്കെ ചെയ്താലും ബാക്കി അയിമൽ മുത്താബാത്ത് ചെയ്യാൻ കഴിയുന്നവരുണ്ടാവും. ചില ആളുകൾക്ക് അതിനൊന്നും ഉണ്ടാവില്ല. ആ ഇബ്തിദാ മുതൽ ഇന്തിഹാ വരെ അങ്ങനെ നോൺ സ്റ്റോപ്പേ വെക്കുള്ളൂ. അപ്പൊ അത് ഇസ്ലാം അത് കർക്കശാക്കുന്നില്ല. മറിച്ച് സുന്നത്തായ രീതി അത് നടക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇജാബത്ത് ചെയ്താൽ മതി. രണ്ടും കൂടി ഒപ്പം വേണ്ടാണ്. അതാപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി കല്ലേരിക്ക് അങ്ങനെ ഇടക്ക് വഖഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇടക്ക് വഖഫ് ചെയ്തിട്ട് ഇജാബത്തൊക്കെ പറഞ്ഞ് അല്ലാഹു റബ്ബാദിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി മുത്താബാത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ മുത്താബാത്ത് ചെയ്തോ, കുഴപ്പമില്ല. രണ്ടും കൂടി ഒപ്പം വേണ്ട. മനസ്സിലായില്ലേ? അതാപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അസ്സലാമലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ ബാങ്കിന്റെ ടൈമായി കഴിഞ്ഞാല് എല്ലാവർക്കാരുടെ കീശയിൽ നിന്നും അതുപോലെ അത് മൊബൈലിൽ നിന്നും അതുപോലെ തന്നെ റേഡിയോയിൽ നിന്നൊക്കെ ബാങ്ക് കേൾക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെ പിന്നെ മൊബൈലിൽ നിന്നും അതുപോലെ തന്നെ റേഡിയോയിൽ നിന്നൊക്കെ കേൾക്കുന്ന ബാങ്കുകൾക്ക് ഇജാബത്ത് പറയൽ സുന്നത്തുണ്ടോ? അതുപോലെ ഇത്തരത്തിലുള്ള ബാങ്കുകൾ കേൾക്കുമ്പോൾ നാം പിന്നെ സംസാരമൊക്കെ നിർത്തി സുക്കൂത്താകൽ സുന്നത്തുണ്ടോ എന്നാണ് അറിയാറ്. ഇപ്പൊ മൊബൈലിൽ നിന്ന് മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇവിടെ UAE ഉള്ളത്, ഇവിടെ പിന്നെ ഈ റാസൽ കൈമ അബുദാബിയിലൊക്കെ മൈക്ക് ബാങ്കിലൂടെയാണ് വരുന്നത്, സാറ്റലൈറ്റ് മുഖേന. അതായത് ടൈം ആകുമ്പോൾ സ്വിച്ച് ഇടുന്നു. അപ്പൊ എല്ലാ പള്ളിയിലും ഒരേ സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സിസ്റ്റമാണുള്ളത്. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തതിന്റെ സുന്നത്ത് കിട്ടും. അതോടൊപ്പം തന്നെ ഇത്തരം ബാങ്കുകൾ കേൾക്കുമ്പോൾ നാം സുക്കൂത്താകേണ്ടതുണ്ട്, അതുപോലെ അതിന് ഇജാബത്ത് കൊടുക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. മൈക്ക് റിലീസ്. അത് നമ്മൾ ഇന്നലെ ഓതിയപ്പം പറഞ്ഞിരുന്നു ആ ഭാഗം. ഒരു നല്ല ചോദ്യമാണ്, പ്രധാനപ്പെട്ട. അതായത് മശ്റൂഅത്തായ ബാങ്കിനെ ഇജാബത്ത് സുന്നത്തുള്ളൂ. മശ്റൂഅത്തായ ബാങ്കിനെ ഇജാബത്ത് സുന്നത്തുള്ളൂ. സുന്നത്തായ ബാങ്ക് എന്നർത്ഥം. മശ്റൂഅത്തായ ബാങ്ക് എന്ന് പറഞ്ഞാല് കറാഹത്തില്ലാത്ത സുന്നത്താക്കപ്പെടുന്ന ബാങ്കിനെ ഇജാബത്ത് സുന്നത്തുള്ളൂ. അങ്ങനെ വരുമ്പോ മൊബൈലിൽ നിന്ന് കേൾക്കുന്നത്, റേഡിയോയിൽ കേൾക്കുന്നത് അതൊക്കെ ശബ്ദലേഖനങ്ങളാണ്. മശ്റൂഅത്തായ ബാങ്കായി അത് പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അതിന് ഇജാബത്ത് ചെയ്യേണ്ടതും ഇല്ല. പിന്നെ മിഞ്ഞാന്നത്തെ ആ വർത്താനൊക്കെ നമ്മൾ മിഞ്ഞാന്ന് പറഞ്ഞു, കഴിഞ്ഞാൽ ആവർത്തിക്കുന്നില്ല. ദുബായിലോ അവിടെ ഇവിടെ UAEയിൽപ്പെട്ട ഏതോ ഒരു സ്റ്റേറ്റിൽ അങ്ങനെ എവിടോ ഒരു സെൻട്രൽ സ്ഥലത്തുനിന്ന് ബാങ്ക് കൊടുക്കുകയും ബാക്കിയുള്ളവർക്ക് റിലേ ചെയ്യുകയും ചെയ്യാണ്. ഈ റിലേ ചെയ്യുന്ന ശബ്ദം കേട്ടാൽ ഇജാബത്ത് ചെയ്യൽ സുന്നത്തില്ല. അതുകൊണ്ട് ബാങ്കിന്റെ സുന്നത്തോട്ട് കിട്ടുകയും ഇല്ല. അബുദാബിയിലാണുള്ളതെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അയച്ചനെ ആരോ പറ്റിച്ചതാ. എന്തായാലും മൈക്കെടുക്കാത്തത്? സമയം ഇപ്പോടെ കഴിഞ്ഞു പോകും. സംശയമുള്ള ഒരു ഭയം വന്നോളി. പിന്നെ കുറെ കഴിഞ്ഞിട്ടാവുമ്പോത്തിന് സമയം ഉണ്ടാവില്ല. ബാങ്ക് ഇങ്ങനെ നേരത്തെ മുൻകൂട്ടിയായി വരികയാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ആ ഒരു കാര്യം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പറയാണ്. UAE മുഴുവനും ആ പരിപാടി ഇല്ല, അബുദാബിയിലാണ് അത് കൊണ്ടുവന്നത്. ആ പ്രശ്നം ദുബൈ അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിൽ, സ്റ്റേറ്റുകളിൽ അവിടുത്തെ ഭരണാധികാരികൾ അഭിപ്രായം ചോദിക്കുകയും ദുബൈയിലെ എല്ലാ ആലിമ്യങ്ങളും അതിന് എതിർ പ്രവർത്തിക്കുകയും അത് പറ്റുകയില്ല എന്ന് പറയുകയും ചെയ്തതിനു ശേഷം ദുബൈയിൽ അങ്ങനെ സ്പീക്കറിൽ സാറ്റലൈറ്റ് വഴി ബാങ്ക് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അബുദാബിന്റെ ഭരണത്തിന്റെ കീഴിൽ കുറഞ്ഞ ഒരു സ്ഥലം റാസൽ ഖൈമ അല്ലയും പോലെയുള്ള സ്ഥലമുണ്ട്, അവിടെ കുറച്ച് സ്ഥലങ്ങളിൽ അതുണ്ട്. ഓക്കെ, അതുകൊണ്ട് UAE മുഴുവനും അങ്ങനെ സാറ്റലൈറ്റ് വഴി കൊടുക്കുന്നു എന്നത് ശരിയല്ല. അസ്സലാമു അലൈക്കും. സ്വന്തം ഒരു സംശയമാണ്. കാരണം നമ്മുടെ വീട്ടില് മറ്റേ കുളിമുറിയും കക്കൂസും ഒരേ ഇതിൽ തന്നെ ഉള്ളത്. അപ്പൊ അത് നമ്മൾ ഒളിവെടുത്തിട്ട് കുളിമുറിയിൽ കക്കൂസിൽ കയറി ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൊ തന്നെ ഒളിവെടുത്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ദ്വാ ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ബാത്റൂമിൽ നിന്ന് ഒളിവെടുത്ത് വരുന്നതിന് ശേഷമുള്ള ദ്വാ ചെയ്യണോ ആദ്യം, അതോ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആ ദ്വാകൾ ഏത് ചെയ്യണം എന്നുള്ളത് സംശയമാണ്. ഒന്ന് വിശദമായിട്ട് പറഞ്ഞു നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. പുറത്തിറങ്ങുന്ന സമയത്തുള്ള ദിക്ർ ആദ്യം ചെല്ലുക, അതിന് ശേഷം വുദൂഇന്റെ ദുആ ചെയ്യുക. രണ്ടും പുറത്തു വന്നതിന് ശേഷം ചെയ്യാണ് വേണ്ടത്. അതിനുള്ളിൽ അത് നല്ലതല്ല. കാരണം എന്താ, അതൊരു കറാഹത്തായ സ്ഥലമാണല്ലോ. അവിടുന്ന് ദിക്റുകൾ ഏതും സ്വന്തം ശരീരത്തെ കേൾക്കുന്ന നിലക്ക് ചൊല്ലൽ കറാഹത്ത് വരും. അപ്പൊ എന്താക്കുക, പുറത്തിറങ്ങുന്ന സമയത്ത് ഉഫറാക്കൽഹംദുലില്ലാഹി എന്ന ദിക്ർ ചൊല്ലിയതിനു ശേഷം ഷഹാദത്ത് ചൊല്ലി അതുപോലെ വുദൂഇന്റെ ശേഷമുള്ള ദുആ ചെയ്യുക. അതാണ് അതിന്റെ സുന്നത്തായ തർത്തീബ്. മറിച്ച് ചെയ്താലും സുന്നത്തിന്റെ കൂലി കിട്ടുമെങ്കിലും വേണ്ടത് സുന്നത്തായ തർത്തീബ് ഈ പറഞ്ഞതാണ്. ആദ്യം പുറപ്പെടുമ്പോൾ ചൊല്ലുന്ന ദിക്ർ ചൊല്ലുക, പിന്നീട് വുദൂഇന്റെ ശേഷമുള്ള ദുആ ചെയ്യുക. അതാണ് ഏറ്റവും ഉത്തമമായ രീതി. അസ്സലാമു അലൈക്കും. ഉസ്താദേ, എൻ്റെ ചോദ്യം, നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വല്യപ്പൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്കെന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ അവരോട് നമ്മുടെ വിശേഷങ്ങൾ പറയുന്നതിൻ്റെ ചോദ്യം തെറ്റാണോ എന്നറിയില്ല. തെറ്റാണെങ്കിൽ ഉസ്താദ് ക്ഷമിക്കുക. അപ്പോൾ അത് തെറ്റാണോ? ഔലിയാക്കളോടൊക്കെ നമുക്ക് നമ്മുടെ സഹായം ചോദിക്കുന്നുണ്ട്. ഞാനിത് സാധാരണക്കാരനായ നമ്മുടെ ഉപ്പ അതുപോലെ വല്യപ്പൊക്കെ അവരോട് നമ്മുടെ സന്തോഷം പങ്കിടുന്നതിൻ്റെ ഒരു ഇസ്ലാമിക വിധി എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. ശബ്ദം വളരെ കുറവാ ഹബീബെ, ശബ്ദം വളരെ കുറവാണ്. പിന്നെ അതിന്റെ ഇടയ്ക്കിന്റെ നേരത്തെ ASK 1, 2, 3 എന്ന് പറയുന്ന അദ്ദേഹം മുകളിലുണ്ടായിരുന്നല്ലോ. എന്തേ അദ്ദേഹം താഴ്ത്തിക്ക് വന്നത്? നിങ്ങൾ ചോദ്യം ചോദിച്ചു. നേരത്തെ ചോദിച്ചോണ്ട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ലട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട, ഇവിടെ ഞാൻ ചിലപ്പോ ഞാനൊരു പൊതുവെ ഒരു ഈറക്കരിയാനാണ്. പറ്റാത്തതിന്റെയും കാണുമ്പോ അപ്പണ് ഈറ പിടിച്ചൊന്നല്ലാതെ എനിക്ക് അതുകൊണ്ട് ദേഷ്യവും വെറുപ്പും ഒരിക്കലും ഇല്ല, സന്തോഷമേ ഉള്ളൂ. മുകളിലുണ്ടേനി അദ്ദേഹം പിന്നെ എങ്ങനെയോ താഴെ വന്നിപ്പോ അയാളെ കാണാനുമില്ല, പോയി. അപ്പോ ഒരിക്കെന്തെങ്കിലും ഒരു ചോദ്യത്തിൽ പിഴവ് വന്നുപോയി, അബദ്ധം വന്നുപോയി വരുമ്പോ ചിലപ്പോ ഞാനൊന്ന് ദേഷ്യം പിടിച്ച് നെല്ലിയാണ്ട് പിന്നെ അവരെ ഒഴിവാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവരോട് നമുക്കൊരു വെറുപ്പുമില്ല. തന്നെയല്ല, അവരൊക്കെ പഠിക്കാൻ ചോദിക്കണല്ലേ. അറിവില്ലാത്ത കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അത് ചിലപ്പോ ഒരു കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടാകണൊക്കെ ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് ദേഷ്യം പിടിച്ചു നെല്ലിയിട്ട് ആളെ ഒഴിവാക്കാൻ പാടില്ല. അതേ മുകളിൽ എത്തിയിരുന്നു, പിന്നെ താഴെ പോയി. ഇപ്പൊ DC ആയും ചെയ്തു എന്നാ തോന്നുന്നത്. അങ്ങനെ ഇവിടെ ചോദിക്കുന്നവരാരും പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതും ചോദിച്ചോളി. പേവൊക്കെ കണ്ടാൽ ചിലപ്പോ ഞാൻ ഒന്ന് ഈർച്ചൊന്നുള്ളൂ, പിന്നെയും കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് അത് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിഷമോ വെറുപ്പോ ഒന്നും കരുതേണ്ടതില്ല. രണ്ടാമത് മൈക്കെടുത്ത് ചോദിക്കാം, നിങ്ങൾക്ക് ചോദിക്കണ്ട. അദ്ദേഹം ഇപ്പൊ പോയി
ആട്ടെ. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ മൈക്ക് പോയിട്ടുണ്ട് ഉസ്താദെ, ഒന്ന് ഉസ്താദെ അറിയിക്കാം. ഉസ്താദ് പറഞ്ഞത് ശരിക്കും മറ്റു നേരത്തെ വ്യക്തി മനസ്സിലാക്കിയില്ല. ഉസ്താദ് പറഞ്ഞത് മറ്റൊരു രൂപത്തിലായിരുന്നു. ഉസ്താദ് ശരിക്കാണ് പറഞ്ഞത്. അതിനെ ആൾക്കാരെ മനസ്സിലാക്കിയത് പിന്നെ ശബ്ദം ഉയർത്തുന്നു എന്നാണ്. അങ്ങനെയല്ല ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. ഉസ്താദ് നേരത്തെ പറഞ്ഞത് ഒറ്റയ്ക്ക് ഒരാള് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ശബ്ദം ഉയർത്തേണ്ടതില്ല. സാധാരണ ബാങ്ക് കൊടുക്കുന്ന ജമാഅത്തിന് ബാങ്ക് കൊടുക്കുന്ന അത്ര ശബ്ദം ഉയർത്തേണ്ടതില്ല. അതല്ലാതെ അദ്ദേഹത്തിനും കൂടി കേൾക്കാത്ത മട്ടത്തിലല്ല, അദ്ദേഹത്തിന്റെ രീതിയിൽ അവനവന് കേൾക്കുന്ന ശബ്ദത്തിൽ കേൾക്കണം. ആ സമയത്ത് ചെവിയിൽ കൈ വെക്കേണ്ടതും ഇല്ല, വിരൽ വെക്കേണ്ടതും ഇല്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. സാമാന്യ വ്യക്തി മനസ്സിലാക്കിയത് അല്പം ഒന്ന് പിഴവ് പറ്റിയതാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഉസ്താദ് അങ്ങനെ പറഞ്ഞതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. അതിപ്പോ എന്നോടും സുഹരിയോടും ഉസ്താദ് വേണ്ടത്ര പറയുന്നുണ്ട്. അതൊന്നും ഒരു കാര്യമല്ല. ഉസ്താദ് അങ്ങനെ ആ സമയത്ത് പറഞ്ഞു നമ്മുടെ നന്മക്കാണ്. അതുകൊണ്ട് നിങ്ങളാരും ചോദിക്കാൻ മടിക്കാതിരിക്കണം വേണ്ട. നമ്മുടെ സംശയം ഉസ്താദോടല്ലാതെ പിന്നെ ആരോട് ചോദിച്ചിട്ടാണ് പിന്നെ തീർക്കുന്നത്? അതുകൊണ്ട് എല്ലാവർക്കും അത് ചോദിക്കാവുന്നതാണ്. അത് ജോലി ചോദിക്കുന്ന ജോലിനെ പറയും. ജോലി വലിയൊരു കാര്യമാണ്. പിന്നെ ഞാൻ ജാഹിലി, ഞാൻ പലതും പറയും. എൻ്റെ ഉസ്താദ് പോകാൻ ടെസ്റ്റ് അടിച്ചാൽ തന്നെ ഉസ്താദിന് എന്തൊക്കെ പറയുന്നു എന്നാൽ ഞാൻ ടെസ്റ്റ് അടിക്കും. അതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല. നമുക്ക് ആവശ്യം ഉസ്താദിൽ നിന്ന് എൽമ പിടിക്കലാണ് എന്നതാണ്. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞ ആ കാര്യം ആ വ്യക്തി താഴെയോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള് ജമാഅത്തിന് ബാങ്ക് കൊടുക്കുന്ന അത്ര ശബ്ദം ഉയർത്തേണ്ടത് ഇല്ല. പക്ഷേ അവന്റെ മനസ്സിൽ കരുതിയാലും പോരാ. എങ്ങനെ ബാങ്ക് കൊടുക്കണം? അവന്റെ ശരീരത്തെ കേൾപ്പിക്കുന്ന രീതിയിൽ ബാങ്ക് കൊടുക്കണം. അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ ചെവിയിൽ വിരൽ വെക്കേണ്ടതില്ല എന്നതാണ് ഉസ്താദ് പറഞ്ഞത്. അതാണ് കിതാബിലുള്ളത്. ഉസ്താദ് പറഞ്ഞതല്ല, ആ സംഭവമാണ് ഉസ്താദ് പറഞ്ഞത്. പക്ഷെ ആൾക്ക് പെട്ടെന്ന് കട്ടോ മറ്റോ അല്ലെങ്കിൽ മനസ്സിലാവാത്തത് കൊണ്ടോ സംഭവിച്ചതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ ഒന്ന് ബോണസ് ചെയ്ത് വീണ്ടും ഒന്ന് കൊണ്ടുവരിക എല്ലാവരും. ചെറുപ്പ ഉസ്താദൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഡിസൈ പോയാൻ തോന്നുന്നുണ്ട് അല്ലേ? അൽഹംദുലില്ലാഹ്. നമുക്കൊക്കെ വളരെയധികം പിന്നെ മൂല്യമാർക്കും അല്ലാത്തവർക്കും സാധാരണ സ്ത്രീകൾക്കും എല്ലാവർക്കും വ്യത്യാസമന്യേ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്ന ബഹുമാനപ്പെട്ട അബു ഷാക്കൂർ ഉസ്താദിന്റെ ക്ലാസ് അൽഹംദുലില്ലാഹ് ഒരുപാട് കാലമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല അതൊന്നും നിലനിർത്തുമാറാവട്ടെ. നമ്മൾ ദുആ ചെയ്യുകയാണ്. പക്ഷേ ഉസ്താദ് മിക്കവാറും റമളാനോടുകൂടെ സൗദി അറേബ്യയിൽ നിന്ന് വിട പറയുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിലേക്ക് പോയാൽ എന്താകും എന്നുള്ള വിവരം നമുക്കറിയില്ല. നമ്മുടെ നിർബന്ധവും കാര്യങ്ങളൊക്കെ പോലെ ആയിരിക്കും സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഉസ്താദ് ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോകാനുള്ള തീരുമാനത്തിലാണുള്ളത്. അപ്പോൾ എന്താ അതിന് ശേഷമുള്ളത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടിവിയുടെ റൂമുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ കൂടിയിരുന്ന് ആലോചിക്കേണ്ടതാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ഉസ്താദിന്റെ ക്ലാസ്സൊക്കെ നമുക്ക് തുടർന്ന് ലഭിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ ലഭിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വളരെ ബേജാറോട് കൂടി ശ്രദ്ധിച്ച ഒരു വാർത്തയാണ് നമ്മുടെ ചെറുപ്പ് ഉസ്താദ് പറഞ്ഞത്. നാട്ടിൽ ഉസ്താദ് പോയിട്ടും ദർസ് നടത്തിയിരുന്നു. പക്ഷേ നാട്ടിലാവുമ്പോൾ ഇതുപോലെയുള്ള സൗകര്യം ഉസ്താദിന് ലഭിക്കുകയില്ല. ഉസ്താദ് നാട്ടിൽ നിന്നായാലും നെറ്റൊക്കെ ഉള്ളത് ഉണ്ടായാൽ ഉസ്താദ് ദർസ് നടത്തും, അതിന് പ്രശ്നമല്ല. എങ്കിലും പല സ്ഥലത്തും ഉസ്താദ് നാട്ടിലാകുമ്പോൾ ഉസ്താദിന് പരിപാടി ഉണ്ടാകുന്നു, ദർസ് ഉണ്ടാകുന്നു, വേറെ സ്ഥലത്ത് സ്വന്തമായ ആവശ്യത്തിന് പോകേണ്ടി വരുന്നു. അങ്ങനെ ആകുമ്പോൾ വലിയൊരു പ്രശ്നമാണ്. എല്ലാ തടസ്സവും ഉസ്താദിന് ഉള്ള തടസ്സമൊക്കെ നേരിട്ടിട്ടുള്ള തടസ്സം അല്ലാഹു തആല തീർത്തു കൊടുത്ത് നമുക്ക് ദീന് എന്നും പറഞ്ഞു തരാൻ അല്ലാഹു തആല ഉസ്താദിന് തൗഫീഖും അവസരവും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വളരെ കാര്യമായ ക്ലാസ് ആയിരുന്നു ഫതഹുൽ മീൻ. ഇൻഷാ അല്ലാഹ് തുടക്കം മുതൽ തന്നെ ഇതുവരെയും, അതായത് ബാങ്കിന്റെയും എക്കാമത്തിന്റെയും ബാബ് വരെ ഉസ്താദ് നമുക്ക് എടുത്തു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് സുമാർ ഇയാനത്തു താലിബീൻ 4 ജുസുകളായിട്ടാണ് ഫതഹുൽ മീനിൽ ഉള്ളത്. അതിൽ ഒരു വാള്യം മിക്കവാറും തീർന്നു, 95% കഴിഞ്ഞു. ഇനി കുറഞ്ഞ പേജുകൾ മാത്രമേ ഒന്നാമത്തെ വാള്യത്തിൽ ഫതഹുൽ മീനിന്റെ ബാക്കിയുള്ളൂ. അങ്ങനെ ആകുമ്പോൾ 4 ഉണ്ട്, ബാക്കി 3 ഉണ്ട്. അല്ലാഹു തആല എല്ലാം പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്രകാരം ഫിഖ്ഹിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖുലാസ ദർസ് ഉസ്താദ് പൂർത്തിയായി നമുക്ക് ദർസ് എടുത്ത് തന്നിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് നന്ദി വേണം. എന്ന് ഉസ്താദിന്റെ ആഫിയത്തിന് വേണ്ടി നമുക്ക് ഉസ്താദിന് സഹായമായി ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ ഉസ്താദിന്റെ ദീർഘായുസ്സിനും നമ്മൾ ദുആ ചെയ്യണം. ആ ഉസ്താദ് വന്നല്ലേ. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ ഉണ്ടത്, ഇപ്പോഴെ തുടങ്ങിയല്ല. ഇന്ന് രാവിലെ മുതൽക്കേ ഇടക്കിങ്ങനെ വൈറസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം എന്ന് മനസ്സിലാണില്ല. നെറ്റ് ആണെങ്കിൽ വളരെ കൃത്യമായി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇനി ഉള്ള സമയം കുറച്ച് സമയം ഏകദേശം കഴിയാനായി. ഉള്ള സമയം എന്തെങ്കിലുമൊക്കെ കുറച്ചു നേരം നോക്കാം. എന്നിട്ട് അതുപോലെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ജിദ്ദയിൽ പരിചയമുള്ള ആളുകൾ ലാപ്ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സൗകര്യം പോലെ ചെയ്താല് നാളെ മറ്റൊരാളൊക്കെ ഉപയോഗിക്കാമല്ലോ. നല്ലതാണ്. എന്തോ ഒരു ഒച്ചയും വിളിയൊക്കെ ഉണ്ട്, ഓഫാക്കുമ്പോഴും ഓണാവുമ്പോഴും ഒക്കെ എന്തോ ഒരു സാധാരണ മുമ്പില്ലാത്ത. അപ്പൊ കുറെ ആയിട്ട് എന്തെങ്കിലും പൊടി കയറിയോ മറ്റോ ഒക്കെ എന്തെങ്കിലും തകരാറായിട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാ മനസ്സിലാണ്. ആയാലും ആട്ടെ, ഇതിന് കുറച്ച് സമയമേ ഉള്ള സമയം എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടത് നോക്കാം. ഉസ്താദിന്റെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഉസ്താദ് ബാബിന്റെ ആയ ഭാഗത്ത് പറഞ്ഞോന്നറിയില്ല. ഇപ്പൊ ഈ ബാങ്ക് കൊടുക്കല് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ മഹല്ലത്തെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത് ഇപ്പൊ ഈ ഫർദിലുള്ള പോലെ ഫർദ് കിഫായ, ഫർദ് അയിന്, ഇപ്പൊ മയ്യത്ത് നിസ്കാരാണെങ്കിൽ ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കുന്ന മറപാടലൊക്കെ ഫർദ് കിഫയാണ്. അപ്പൊ എല്ലാവരും ആ കുറ്റത്തിൽ നിന്ന് ഒഴിവായി എല്ലാവർക്കും അതിന്റെ പ്രതിഫലം ലഭിക്കും ചെയ്തു. എന്നതുപോലെ ബാങ്ക് കൊടുക്കല് ഒരു പൊതുവായ സുന്നത്താണ്. ആദ്യത്തെ ബാങ്ക് സമയം ആയി കഴിഞ്ഞാൽ ആദ്യത്തെ അറിയിപ്പ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് മൊത്തത്തിലുള്ള സുന്നത്താണോ, അതല്ല ആ സുന്നത്ത് ആ കൊടുക്കുന്ന വ്യക്തിക്ക് മാത്രമാണോ കിട്ടുക എന്നാണ് അറിയേണ്ടത്. മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ക്ലാസ് കേട്ടുണ്ട്. മൈക്കർ ബീസ്. ആ ബാങ്കിന്റെ തുടക്കത്തിൽ പറഞ്ഞു അത് സുന്നത്ത് കിഫായത്താണെന്നുള്ളതാണ് മുഅ്തമദായ ഖൗല്. ഫർദ് കിഫായ ആണ് എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. രണ്ടായാലും ഒരു വലിയ മഹല്ലത്താണെങ്കിൽ ഒരു തലക്കുന്ന് ബാങ്ക് കൊടുത്താൽ എല്ലായിടത്തും കേൾക്കാത്ത നിലക്ക് വലിയ മഹല്ലത്താണെങ്കിൽ മഹല്ലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ബാങ്ക് കൊടുത്താൽ പോരാ, ഈ എല്ലാ ഭാഗത്തു നിന്നും ബാങ്ക് വിളിക്കണം. അതേസമയത്ത് ചെറിയ മഹല്ലത്താണ്,
ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ബാങ്ക് വിളിച്ചാൽ എല്ലാ സ്ഥലത്തേക്കും കേൾക്കാൻ മാത്രമുള്ളൂ എങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ബാങ്ക് കൊടുത്താൽ മതി. ഏതായാലും സുന്നത്ത് കിഫായത്താണ് എന്നുള്ളതാണ് വ്യക്തമത്. അപ്പോ ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നാട്ടുകാരൊക്കെ കറാഹത്തിന്റെ നിരക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. അതേ സമയത്ത് എല്ലാ സ്ഥലത്തും കേൾക്കാവുന്ന നിരക്ക് ഒരു സ്ഥലത്ത് നിന്ന് ബാങ്ക് കൊടുത്താലും ആ കടമ വീടും. ചെയ്തോൽക്കേ ചെയ്ത കൂലിട്ടുള്ളെങ്കിലും കടമ വീടും. അല്ല വലിയ മഹല്ലാണ്, ഒരു ഭാഗത്ത് നിന്ന് ബാങ്ക് കൊടുത്താൽ എല്ലായിടത്തും കേൾക്കൂലെങ്കിൽ ഓരോ പ്രദേശത്തു നിന്നും ബാങ്ക് കൊടുക്കണം എന്നതാണ്. അത് ബാങ്കിന്റെ പാഠം തുടങ്ങിയ അന്ന് പറഞ്ഞിരുന്നു. ആയിക്കോട്ടെ, എന്നാലും ഒന്നുകൂടി ആവർത്തിച്ചു. അസ്സലാമലൈക്കും. സാധാ ഞാന് നേരത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൗണ്ട് ഇല്ലേ? അപ്പോഴാണ് ഇതിന് ഉസ്താദ് അതിന് ശേഷം DC ആയിപ്പോയി, ഉത്തരം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഒന്നുകൂടി ചോദിക്കാണ്. ഉസ്താദ്, നമ്മുടെ ഉപ്പ അതുപോലെ വല്യുപ്പമാര് പലരുടെയൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവില്ല. ഒരു ഉദാഹരണം പറയാണ്, ഇപ്പൊ നമ്മുടെ വീടുകളിൽ നടക്കുന്ന വല്ല നമ്മുടെ സന്തോഷങ്ങള് അവരുടെ ഖബറിടത്തിൽ പോയിട്ട് അവരുമായി സന്തോഷം പങ്കിടാനോ ഒക്കെ അതിന്റെ അങ്ങനെ പങ്കിട്ടാല് എന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് ആണ് എന്റെ ചോദ്യം. ചോദ്യം തെറ്റാണെന്ന് അറിയില്ല. അസ്സലാമു അലൈക്കും. നല്ല ചോദ്യമാണ്. നേരത്തെ ശബ്ദം കുറവേനി മാത്രം. പക്ഷെ ഞാൻ ഈ മറുപടി പറയാൻ തുടങ്ങിയപ്പോത്തിന് DC ആയിപ്പോയി. അതാ, നമ്മൾ മരണപ്പെട്ടു പോയ ഉപ്പാപ്പമാര്, വാപ്പമാര്, ഉമ്മമാര് തുടങ്ങിയവരൊക്കെ മോമിനീങ്ങളാണെങ്കിൽ നമ്മുടെ എല്ലാ സന്തോഷങ്ങളും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അവർക്ക് അറിയിക്കപ്പെടും. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഉണ്ട്. നമ്മുടെ വീടുകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികളെ അറിയിക്കപ്പെടും എന്ന്. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഈ ഹദീസ് ഇബ്നു കസീർ റഹ്മഹുള്ള തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടും ഉണ്ട്. അപ്പോ ഇത്തരം സന്ദേശം അതൊക്കെ ഉസ്താദ് അവിടെ അടിച്ചിട്ടതാ അങ്ങനെ അറിയുന്ന നഅമാലക്കും തുറബു അല അഖാരിബിക്കും വഅശായിരിക്കും മിനൽ അംവാത്തി, നിങ്ങളുടെ കുടുംബങ്ങളും ബന്ധുക്കളുമായ ആളുകളുടെ മേൽ നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ വെളിവാക്കപ്പെടും. ഫൈൻകാന ഖൈറൻ ഇസ്തബ്ശിറൂ ബി, നല്ലത് കാണുമ്പം അവര് സന്തോഷിക്കുമെന്നും, വൈൻകാന ഖൈറദാലിക, നല്ലതല്ലാത്തതാണ് നമ്മുടെ നടപടിയും പ്രവൃത്തിയും ഒക്കെ എങ്കിൽ ഖാലു, അവര് ദുആ ചെയ്യും, അല്ലാഹുമ്മ ലാ തുമിത്ഹും ഹത്താ തഹ്ദിയഹും, പടച്ചോനെ അവരെ ഹിദായത്താക്കി അല്ലാതെ മരിക്കാൻ ഇടവരുത്തല്ലേ, കമാ ഹദൈതന, ഞങ്ങളെ നീ ഹിദായത്താക്കിയതുപോലെ എന്ന് ദുആ ചെയ്യും. ഇത് സ്വാലിഹീങ്ങളായ മരിച്ചുപോയ ആളുകളെ പറ്റിയിട്ടാ പറഞ്ഞ്. അത് ഇബ്നു കസീർ പറഞ്ഞ് മുസ്നദ് ത്വയാലസി, മുസ്നദിൽ ഇമാം അഹ്മദിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ഏതായാലും അപ്പൊ നമ്മള് അവിടെ പോയി പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് വേണ്ടി നമ്മളൊരു ഫാത്തിഹയും ഇഖ്ലാസും എങ്കിലും ഓതി അതിയാക്കാനാണ് ഏറ്റവും നല്ലത്. സിയാറത്തിന് പോകുന്ന സമയത്ത് ആ സന്തോഷം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞിട്ടില്ലെങ്കിലും അവരറിയും. മനസ്സിലായില്ലേ? നമ്മളുടെ സന്തോഷ അവസ്ഥകൾ അവരറിയും, നമ്മുടെ മോശപ്പെട്ട അവസ്ഥകളും അവരറിയും. അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും. അപ്പൊ അവരുടെ ദറജ ഉയർത്താൻ വേണ്ടിയിട്ടും അവരുടെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ദുആ ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഫാത്തിഹയോ അതുപോലെ തന്നെ ഇഖ്ലാസ് സൂറത്തോ യാസീനോ ഒക്കെ ഓതി അതിയാക്കുകയും ചെയ്താൽ ആ സന്തോഷത്തിന് പകരമായി നമ്മൾ അങ്ങോട്ട് അവർക്കൊരു സന്തോഷത്തിനുള്ള കാര്യം ചെയ്യലുമായി, അതുകൊണ്ട് അവരുടെ ദുആ കിട്ടാനും ഒക്കെ കാരണമാവും. അതിനൊരു കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും. മുകളിൽ ഉള്ള ആള് മൈക്ക് എടുക്കാത്തതുകൊണ്ട് ഉസ്താദെ, നേരത്തെ ഞാൻ ഇബാറത്ത് മനസ്സിലാക്കി തെറ്റിപ്പോയതാണ്, എന്നെ ക്ഷമിക്കുന്നു. ഞാൻ ഇബാറത്ത് പേസ്റ്റ് ചെയ്യാതെന്ന് ഉസ്താദ് പറഞ്ഞു തന്നാൽ നന്നായി. ഉസ്താദ് ഓർക്കണം. അസ്സലാമു അലൈക്കും.
അള്ളാഹു തആല നമുക്കൊക്കെ ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ശരി, നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് തെറ്റിയാ ഞാൻ പറഞ്ഞതല്ല, അതാണ് ഞാൻ പറയാത്തത് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയതിലുള്ള പറഞ്ഞതാ. അല്ലാതെ അതുകൊണ്ട് നിങ്ങളെ വെറുപ്പൊന്നും ഇല്ലാണ്. അത് ആരോടും വെറുപ്പുണ്ടാവില്ല കേട്ടോ, അത് നിങ്ങൾ വിചാരിക്കണ്ട. ചിലപ്പോ ദേഷ്യം പിടിച്ചാൽ പോലും വെറുപ്പുണ്ടായിട്ടല്ല, അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാങ്കില് ചെവിയിൽ കൈവെക്കണം, ഇഖാമത്തിൽ വേണ്ട എന്ന് പറയാൻ കാരണം ഒരു സൗത്തി ശബ്ദം കൂടുതൽ ഉയരാൻ അത് സഹായിക്കൂന്ന്. ഇൻ അറാദ റഫ്അ സൗത്തി ബിഹി, കുറച്ചാളുള്ള ജമാഅത്ത് എന്നല്ല, ബാങ്ക് കൊണ്ട് ശബ്ദം ഉയർത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലാണ് എന്താക്കേണ്ടത്, ചെവിയിൽ കൈവച്ച് ബാങ്ക് കൊടുക്കേണ്ടത്. ഇനി അങ്ങനെ ഒരാൾ ഉദ്ദേശിക്കുന്നില്ല, ശബ്ദം നമ്മളെ ശരീരം കേട്ട് അതിനകത്തുള്ള ശബ്ദം, അല്ലെങ്കിൽ 10 ആള് കൂടിയിട്ടുള്ള ഒരു ജമാഅത്ത് ഓര് കേൾക്കണമെന്നേ ഉദ്ദേശമുള്ളൂ എങ്കിൽ കൈവെക്കേണ്ടതില്ല. അപ്പൊ ഈ കൈവെച്ച് ഒറ്റക്ക് വാങ്ങി കൊടുക്കുന്നവനാണെങ്കിലും ജമാഅത്തിന് വാങ്ങി കൊടുക്കുന്നവനാണെങ്കിലും ശബ്ദം ഉയർത്തൽ സുന്നത്തുണ്ട്. ആ ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ട് കൈ ചെവിയിൽ വെക്കൽ സുന്നത്തുമാണ്. ഇനി ഒരാള് അസുല് സുന്നത്ത് കിട്ടാൻ ഒരാള് കേൾക്കുന്നാൽ തന്നല്ലാതെ മറ്റൊരാളും കൂടി കേട്ടാൽ തന്നെയും ബാങ്ക് കൊടുത്ത സുന്നത്ത് കിട്ടും. അത് മതി നിൽക്കുകയാണെങ്കിൽ പിന്നെ ഓൻ ചവിട്ടിൽ വെക്കേണ്ട ആവശ്യമില്ല, അതാ പറഞ്ഞ്. നേരത്തെ നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് തെറ്റിയതായിരിക്കും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ ചോദ്യം, ഇപ്പോൾ ചില വലിയ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇപ്പോൾ ഒരു വസ്തുവിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു കൂപ്പൺ അവർ തരും. ആ കൂപ്പണിൽ കാറ് മറ്റുള്ള എല്ലാ സാധനവും അതിലുണ്ടാവും. പക്ഷെ ആ വസ്തുക്കൾക്ക് ആവശ്യമല്ല, നിങ്ങൾ ആ സാധനം വാങ്ങിക്കുന്നതല്ല, പക്ഷെ ഈ കൂപ്പൺ ഉദ്ദേശിച്ചിട്ടാണ് ആ സാധനം വാങ്ങുന്നത് എങ്കിൽ അതിൽ ഹറാമിൽ പെടുമോ എന്നാണ് എന്റെ ചോദ്യം. ഉസ്താദ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഇപ്പൊ കേൾക്കുക, ദുന്യാവിൽ ആദ്യമായി ഒരു സാധനം വാങ്ങുമ്പോ കൂപ്പൺ കിട്ടാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങലും ഉണ്ട് മനുഷ്യന്മാര്. അങ്ങനെ ഏതെങ്കിലും ജീവികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും, റഹ്മാനായ റബ്ബിനറിയാം. സാധനം വാങ്ങുമ്പോ കിട്ടുന്ന കൂപ്പൺ തന്നെ കൂപ്പൺ ഒരു ഇനാമ്, അതായത് സാധാരണ മാർക്കറ്റ് വിലക്ക് സാധനം വിൽക്കുന്നു. പക്ഷേ കച്ചവടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യാപാരികൾ ചില സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആ സമ്മാനത്തിലേക്ക് ചില കൂപ്പൺ നൽകിയിട്ട് അതിൽ നറുക്കെടുത്തിട്ട് ചിലർക്ക് കൊടുക്കുന്നു. ഏതായാലും സാധനത്തിന് സാധാരണ മാർക്കറ്റ് വില തന്നെയാണ്. കൂപ്പൺ ഉള്ളത് കൊണ്ട് വില കൂടുന്നുമില്ല, കൂപ്പൺ ഇല്ല എന്നതുകൊണ്ട് വില കുറയുന്നുമില്ല. ഈ കൂപ്പൺ കൊടുത്തുകൊണ്ട് ചില ആളുകൾക്ക് നറുക്കെടുത്ത് സമ്മാനം കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കച്ചവടം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ഒരാൾക്ക് കൂപ്പൺ മുഖേന സമ്മാനം കിട്ടിയാൽ വാങ്ങുന്നതിനും കുഴപ്പമില്ല. കൂപ്പൺ കിട്ടാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങലുണ്ടെന്ന് ഞാനിപ്പോ ആദ്യം എന്റെ ചെവി മുളച്ചതിന് ശേഷം ഫസ്റ്റ് കേൾക്കുകയാണ്. അത് എനിക്കറിയില്ല, അതിനെപ്പറ്റി മസല പറയാൻ. സമയം ബാങ്ക് കൊടുക്കാനായതുകൊണ്ട് ഇനി നീട്ടുന്നില്ല. തൽക്കാലം ഇവിടെ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ വീണ്ടും കാണാം. എന്താണ് തെക്കുമല ഉസ്താദിന്റെ എളാപ്പ ഹൈദറാജിന്റെ വഫാത്തായിട്ട് 3-ാം ദിവസമാണ്. അതുപോലെ നമ്മളെ നാട്ടുകാരനായ മമ്മുണ്ണിയാക്കെ നേരത്തെ കീശേരി ടെസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം വഫാത്തായി. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് മറമാടുന്നത് എന്ന് പറഞ്ഞു. ഒരു ഫാത്തിഹ സൂറത്ത് ഓതി ഹദിയാക്കുക ആ ബഹുമാനപ്പെട്ട തെക്കുമൽ ഉസ്താദിന്റെ എളാപ്പാന്റെ പേരിലും അതുപോലെ തന്നെ ഞങ്ങളെ നാട്ടിൽ വഫാത്തായ ആ മമ്മുണ്ണിയാക്കാന്ന് പറയുന്ന ആ സഹോദരന്റെ പേരിലും പിന്നെ നമ്മളെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി അൽ ഫാത്തിഹ. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ
هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على محمد وعلى آل سيدنا മൗലാനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഈ ഓതിയതും ഇവിടെ വെച്ച് ദർസ് നടത്തിയതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബെ, തെറ്റുകുറ്റങ്ങളും പോരായ്മകളും വീഴ്ചകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ഹൈറായ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ട് വിഷമങ്ങളിൽ നിന്നും നീ സലാമത്താക്കണേ പഠിച്ചവനെ. ഞങ്ങൾ ഓതിയതിന്റെ സവാബിനെ ആ മരണപ്പെട്ട 2 സഹോദരങ്ങളുടെ ഹദറത്തിന് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ദോഷങ്ങളൊക്കെയും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അള്ളാഹുവെ, അവരുടെ ഖബറിൻ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഖബറിടം സ്വർഗത്തോപ്പാക്കുന്ന കൂട്ടത്തിൽ അവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നിട്ടും ബന്ധത്തിൽ നിന്നിട്ടും ഉസ്താദന്മാരിൽ നിന്നിട്ടും സഹപ്രവർത്തകന്മാരിൽ നിന്നിട്ടും സുന്നത്തമായത്തിന്റെ ഖാദിമീങ്ങളിൽ നിന്നിട്ടും മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹദറത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ദോഷങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. അർഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ, ഖൈറിന്റെ അധികാരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവിധ ഖൈറായ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ പോലും അറിയാത്തവരാണ് റബ്ബെ. ദുന്യാവിലും ആഖിറത്തിലും എന്തൊക്കെ ഖൈറാണോ ആ ഖൈറിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ദുന്യാവിലും ആഖിറത്തിലും എന്തൊക്കെ ഷർറുണ്ടോ ആ ഷർറിനെ തൊട്ടൊക്കെ നീ കാക്കണേ അല്ലാഹ്. അവസാനം ആഖിബത്ത് നന്നാക്കി സലാമത്താക്കി ജന്നാത്തുൽ ഫിർദൗസിന്റെ ഹബീബിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂടി നിന്നെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഅൽ അൻബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചോദ്യത്തിന് കൈപൊക്കിയ 2-3 ആളുകൾ ബാക്കിയുണ്ട്. അവരോട് ക്ഷമ ചോദിക്കുന്നു. ബാങ്ക് കൊടുത്തു. ദുആ പോലും നീട്ടി ദ്വാരക്കാൻ സമയമില്ല. അസ്ർ ബാങ്ക് വളരെ നേരത്തെ ആയതുകൊണ്ട് ഇപ്പം തന്നെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ വീണ്ടും കാണാം. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.